രേണു സുധി ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ് രേണു സുധി. ഇപ്പോൾ രേണു സുധിയുടെ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ. അതായത് സിംഗിൾ മോംസ് വിഡോസൊക്കെ എന്നെ മാതൃകയാക്കുന്നു, അവർക്ക് ഞാനൊരു പ്രചോദനമാകുന്നു. പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എത്രത്തോളം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? ഇനി സത്യത്തിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ അതൊരു വൈറൽ ടോപ്പിക്കാണ്. ഇപ്പോൾ ഇട്ടാ പൊട്ടും ടോപ്പിക്കാണ്. എങ്കിലും പക്ഷെ അതിനോട് വലിയ താല്പര്യക്കുറവ് ഉണ്ട്, പേഴ്സണലി എനിക്കുണ്ട്. കാരണം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് സമൂഹം കൊടുക്കേണ്ട ചില പരിഗണനകളുണ്ട്. അത് ഒരു വശം. മറുവശത്ത് ഇവർ തന്നെ കാട്ടിക്കൂട്ടുന്ന ചില പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. അത് എങ്ങനെ പറയണം, എന്ത് പറയണം എന്നുള്ളൊരു ലൈം ലൈറ്റിൽ എപ്പോഴും ഞാൻ തന്നെ നിൽക്കണം, എപ്പോഴും എല്ലാ ദിവസവും എൻ്റെ മുഖം ലൈം ലൈറ്റിൽ ഉണ്ടായിരിക്കണം. ഒരിക്കലെങ്കിലും യൂട്യൂബ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ, ഫേസ്ബുക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഫേസ്ബുക്ക് അമ്മാവന്മാർ, രേണു സുധി ഫേസ്ബുക്കോട് വളരെയധികം പുച്ഛമുള്ള ആളാണ്. ഫേസ്ബുക്ക് നോക്കാനേ പറ്റില്ല. അമ്മാവന്മാരും അമ്മായിമാരും പ്രാവ് റോസോപ്പ് പിടിക്കുന്ന ഗുഡ് മോർണിംഗ് ഇടുന്ന ആളുകൾ. അതുകൊണ്ട് രേണു സുധി ആ ഭാഗത്തേക്ക് നോക്കാറില്ല. പക്ഷെ ഇതൊക്കെ അറിയാം, കമന്റ്സ് ഒക്കെ ഫേസ്ബുക്കിലുള്ള കമന്റ്സ് ഒക്കെ അറിയാം. പക്ഷെ ഫേസ്ബുക്ക് നോക്കാറേ ഇല്ലാത്ത ഒരു സ്ത്രീയാണ് രേണു സുധി. ആദ്യം പറഞ്ഞ ഇതിനോട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് വളരെ അതൃപ്തിയുണ്ട്. അതായത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വിഡോസും സിംഗിൾ മോംസും തന്നെ കണ്ട് പഠിക്കണമെന്നാണ്. അല്ല, അവർക്ക് പ്രചോദനമാണ്. പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്കൊരു പ്രചോദനമാണ്, ചേച്ചിയെ കാണുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പലതും ചേച്ചിക്ക് പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആളുകൾ വിളിച്ച് സംസാരിക്കുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെ, നമുക്ക് ഒരു സ്ത്രീയെ നമ്മൾ ഡിഗ്രേഡ് ചെയ്ത് കാണിക്കുന്നതല്ല, പക്ഷെ അവർക്ക് അവരുടെ കഴിവിൽ വളരെ വിശ്വാസമുള്ള, അത് വളരെയധികം സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം ഒരു സ്ത്രീക്ക് സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. ഇത്രത്തോളം ആളുകൾ തനിക്കെതിരെ തിരിഞ്ഞിട്ടും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടും അതെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളത് ആ സ്ത്രീയുടെ ഒരു ധൈര്യം തന്നെയാണ്. പക്ഷെ അതിനെ കൂടുതൽ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ മുതലെടുക്കുക എന്നുള്ള രീതിയിലാണ് രേണു സുധി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഇന്റർവ്യൂകളും കാണുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുന്നതാണ്. അങ്ങനെ എത്രത്തോളം അത് നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ്സ് ഒന്നുമല്ല, നെഗറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റിയെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ ഒരു പബ്ലിക്കായി പറയുകയും ചെയ്യുന്നുണ്ട്. നെഗറ്റീവ്സ് എനിക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് ഭയങ്കര പ്രചോദനമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. ഈ രേണു സുധി ആക്ച്വലി എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങളിലാണ് എനിക്ക് പുള്ളിയോട് ഒരു അതൃപ്തി തോന്നി തുടങ്ങിയത്. ആദ്യം ഒരു സഹതാപമല്ല, അതിന് അനുകമ്പ എന്ന് പറയാം. സഹതാപമോ അനുകമ്പയോ ആണ്. അതായത് എന്തുകൊണ്ട് ഇവരെ ഇത്രത്തോളം ആക്രമിക്കുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു ആദ്യം. ഒരുപാട് ബോഡി ഷെയ്മിങ് ഒക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ്. അവരുടെ ഷേപ്പിനനുസരിച്ചോ ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ളൊരു പരിഗണന കൊടുക്കാത്ത തരത്തിലുള്ള കമന്റ്സ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അവരോട് വളരെ ഒരു സഹതാപത്തോടെയുള്ള ഒരു സ്നേഹം തോന്നി. അങ്ങനെ പാടില്ല എന്നുള്ളൊരു തോന്നി. പക്ഷെ രണ്ടാമത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രശ്നം വന്നില്ലേ, സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു കലാകാരനാണ്, ജനപ്രീതിയുള്ള ഒരു കലാകാരനാണ്. അതുകൊണ്ടാണ് സുധി മരിച്ചപ്പോൾ രേണു സുധിക്ക് ഇത്രത്തോളം വാഗ്ദാനങ്ങളും അല്ലെ, അവരുടെ വീട് വെച്ച് നൽകാം, മക്കൾക്ക് പഠനം എന്നൊക്കെയുള്ള സൗകര്യം കൊടുക്കാൻ കാരണം ജനപ്രീതിയുള്ള ഒരു കലാകാരന്റെ ഭാര്യ എന്നുള്ളൊരു നിലയ്ക്ക് മാത്രമാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു മകന്റെ വീഡിയോയിൽ, മൂത്ത മകന്റെ വീഡിയോയിൽ, നമ്മുടെ കിച്ചു സുധിയുടെ മകന്റെ വീഡിയോയിൽ അച്ഛന്റെ ട്രോഫികളൊക്കെ കട്ടലിന് അടിയിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് കൊച്ചുമകൻ കാണിക്കുന്ന ഒരു സീൻ കണ്ടതോടുകൂടി സത്യത്തിൽ ഇവർ എത്രത്തോളം ഫേക്ക് ആണെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്റെ പേഴ്സണൽ ചിന്താഗതിയാണ്. പക്ഷെ അതിനും അവർക്ക് ന്യായീകരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പൊ അവര് പറയുന്നത് ആ വീട്ടില് ഒരു ആണി അടിക്കാനോ ഒരു ഷെൽഫോ അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈ ട്രോഫി ഒന്നും എനിക്ക് വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനത് ചാക്കിലാക്കി സുരക്ഷിതമായി കട്ടിലിനടിയിലേക്ക് വെച്ചിരിക്കുകയാണ്. എനിക്കത് കേട്ടപ്പോൾ അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് ഫീൽഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. 6-7 വർഷമായി ഞാൻ മാധ്യമപ്രവർത്തനം നടത്തുന്നതിൽ 2 വർഷത്തോളം സാറ്റലൈറ്റ് ചാനലായിരുന്നു, ബാക്കി ഓൺലൈൻ ചാനലുകളാണ്. ഞാൻ ഫീൽഡ് റിപ്പോർട്ട് ചെന്നെടുക്കുന്നത് വളരെ പാവപ്പെട്ട കുടിലുകളിൽ പോയിട്ടുണ്ട്, അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഒറ്റ മുറി വീടുകളിൽ അടുക്കളയും അവരുടെ മറ്റേ ചുടുകല്ലുണ്ടാക്കിയ, എനിക്ക് ആ കുട്ടികളെയൊക്കെ ഓർമ്മ വരികയാണ്. പ്രത്യേകിച്ച് ഞാൻ ഇടക്കാലത്ത് നമ്മുടെ ഇവിടെ നെയ്യാർ ഡാമിനടുത്തൊരു പാവപ്പെട്ട വീടിന് അവർക്ക് ടോയ്ലറ്റ് പോലും ഇല്ല എന്നാണ് റിപ്പോർട്ട് ചെയ്യാൻ പോയത്. അവിടെ കണ്ട അവസ്ഥയെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്ന മിടുക്കന്മാരായിരുന്നു. ട്രോഫികളൊക്കെ ഈ ഒറ്റ മുറി വീട്ടില് ഒരു ചുമരിന്റെ അവിടെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. വളരെ പാവപ്പെട്ട വീട്ടിൽ പോലും. അത് ഒരു സ്ഥലത്തെ മാത്രമല്ല, ഏത് വീട്ടിൽ പോയാലും അവരുടെ വീട്ടിൽ അവരുടെ മക്കൾക്കോ പിതാക്കന്മാർക്കോ മാതാപിതാക്കൾക്കോ കിട്ടുന്ന ട്രോഫികളൊക്കെ നമ്മൾ കയറി പോകുമ്പോൾ ഒന്ന് ഒരു അല്ലെ തലയെടുപ്പോടെ
എത്ര പഴയ ഒരു സൗകര്യമില്ലാത്ത വീട്ടിൽ പോലും ഉണ്ടാകും, ഇല്ലെന്ന് പറയാൻ കഴിയും. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഇത്രയും വലിയൊരു മണിമാളിക കെട്ടിയിട്ട് അവിടെ അത് അറേഞ്ച് ചെയ്യാനുള്ളൊരു സ്ഥലം, രേണുസുധിയുടെ ട്രോഫി വെക്കാനുള്ള സ്ഥലം രേണുസുധി കണ്ടെത്തി. അല്ല, അത് ട്രോഫി പുള്ളിക്കാരത്തി വെക്കുന്നതല്ല, പുള്ളിക്കാരത്തി ഡെയിലി കിട്ടുന്നുണ്ട് അവാർഡ്സ്. പുള്ളിക്കാരി ഡെയിലി പോകുന്നു, വാങ്ങിച്ചുകൊണ്ട് വരുന്ന വന്നോടനെ എടുത്തിട്ട് നമ്മൾ കടയിൽ അതല്ല, കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന് ടേബിളിന്റെ പുറത്ത് വെക്കുന്നത് പോലെയുള്ളൂ പുള്ളിക്കാരത്തിക്ക്. രാവിലെ പോവുക, ട്രോഫി കൊണ്ടുവരിക, മേശപ്പുറത്ത് വെക്കുക, പോവുക. അത് പൊട്ടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ സുധിച്ചേട്ടന്റെ ട്രോഫി കുട്ടി പൊട്ടിക്കും എന്നുള്ളതുകൊണ്ട് വളരെ വളരെ സുരക്ഷിതമായി ചാക്കിനകത്താക്കി കെട്ടി ഞാൻ കട്ടിലിനടിയിൽ വെച്ചിരിക്കുകയാണ്. എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്ന കാര്യം ഞാൻ എല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇത് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബാക്കി ഒന്നും ബോധ്യപ്പെടുത്തരുത്, ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം. അതാണ് ഞാൻ അങ്ങോട്ട് രേണുസുധി കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത്. ഒരിക്കലും ഒന്നും ബോധ്യപ്പെടുത്തരുത്, അതിന്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെ അവരെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോ ആരും, ഇപ്പൊ നമ്മൾ ആരും അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരെ വിളിച്ചിട്ടാണ് ചെല്ലുന്നത്. അവർ പറയുമ്പോഴാണ് നമ്മൾ, അപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത്. അതല്ലാതെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ആൾക്കാരിങ്ങനെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇവർ തന്നെ വന്ന് നിന്ന് ക്യാമറയുടെ മുമ്പിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്കാണ് തീർച്ചയായും മറുപടി വരും. ഇത് കാണിക്കുന്നത് കൊണ്ടാണല്ലോ മറുപടി. ഈ കാര്യത്തിൽ മാത്രം എനിക്ക് തോന്നുന്നു അതിലൊരു ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ആകെ കൂടെ ഈ സുധിയുടെ ഫോട്ടോ അവിടെ മാലയിട്ട് വെച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് സുധിയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ ട്രോഫികളിലാണ്. സുധിയുടെ ഓർമ്മയാണ് ആ വീട്, വീട് തന്നെ സുധിയുടെ ഓർമ്മയാണ്. പക്ഷേ അവിടെ വച്ചിരിക്കേണ്ട പ്രധാനമായും ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, ഒരാൾ വന്ന് അത് കാണാൻ, സുധിക്ക് വേണ്ടി ഒരു സ്മാരകം പോലെയാണ് മക്കൾക്ക് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പുറത്തു നിന്ന് വന്ന് കയറുമ്പോൾ സുധി എന്ന് പറയുന്ന കലാകാരന്റെ ജീവിതത്തിൽ ലഭിച്ച അവാർഡുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മൂല്യമാണ്. ആ മൂല്യമുള്ള വസ്തുക്കൾ ആദ്യം എടുത്ത് ചുമരിൽ പ്രദർശിപ്പിക്കേണ്ട ബാധ്യതയായിരുന്നു രേണുസുധിക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. എന്നിട്ടാണ് സുധിയുടെ ഒരു കാറ്റ് പറ്റി അല്ലെങ്കിൽ സുധിയുടെ തണലിൽ ലഭിച്ച ചില ആൽബമോ അല്ലെങ്കിൽ അതിനെ ഇത് വെച്ച് താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. രേണുസുധി ഇപ്പോൾ കാണിക്കുന്ന ഈ റീൽസ് വഴി കിട്ടിയ അവാർഡുകൾ പോലെയല്ല സുധി എന്ന കലാകാരൻ, അല്ലെ, കൊല്ലം സുധി എന്ന കലാകാരൻ ജനപ്രീതി ലോകമാകെയുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് കയറി പറ്റിയത് ടെലിവിഷൻ ചാനലുകളിലൂടെയാണ്. അത് അദ്ദേഹത്തിന്റെ കഴിവ്, കൊമേഡിയൻ ആയിട്ടും അല്ലെ, അവരുടെ രീതികൾ, അവരുടെ കോൺവെർസേഷനൊക്കെ വളരെ മനോഹരമായി, അത് എന്താ പറയണ്ട, ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കഴിവായിരുന്നു, ജന്മനാ കിട്ടിയ ഒരു കഴിവിൽ നിന്നുണ്ടായിരുന്നു. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, സാധാരണക്കാരായ ഒരു മനുഷ്യൻ എന്നുള്ള അനുകമ്പയായിരുന്നു ജനങ്ങൾക്ക് കൂടുതലും രേണുവിനോടും മക്കളോടും ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ രേണു എന്ന് പറഞ്ഞാൽ രേഷ്മ തങ്കച്ചനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ കിട്ടില്ലായിരുന്നു. ആ ഒരു പേരിലാണ് രേണു സുധി എന്നുള്ളൊരു വാലുള്ളത് കൊണ്ട് തന്നെയാണ് രേണുസുധി ഇപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടുന്നത്. അതേസമയം രേഷ്മ തങ്കച്ചൻ എന്ന് പറഞ്ഞ് ഫസ്റ്റിലെ ഇവര് രേണുസുധി എന്ന പേര് മാറ്റിയിട്ട് സുധി മരിച്ച അന്ന് മുതലേ രേഷ്മ തങ്കച്ചൻ എന്നൊരു പേരായിരുന്നെങ്കിൽ സത്യമായും ആരും അത് മൈൻഡ് പോലും. സുധി എന്നുള്ള പേര് അവർക്ക് ആവശ്യമാണ്. ആ സുധി അവർക്ക് നിലനിൽക്കണമെങ്കിൽ സുധി എന്നുള്ള പേര് ആവശ്യമാണ്. ഇനി വേണമെങ്കിൽ അവർക്ക് ആ സുധി അതിൽ നിന്ന് എടുത്തു മാറ്റാം. കാരണം ഇപ്പോഴവർ സുധിയുടെ ഒരു ലേബൽ ആവശ്യമില്ല. അല്ലാതെ തന്നെ 10 ആളുകൾ അറിയുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള കഴിവുണ്ട്, എന്നെ സെലിബ്രിറ്റി ആക്കാനുള്ള കഴിവ് എനിക്ക് തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ രേണുവിനുണ്ട്. അതുകൊണ്ട് രേണു സുധി എന്ന് ഇനി പറഞ്ഞില്ലെങ്കിലും രേണുവിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം ഇപ്പോൾ ചെയ്യുന്ന തരത്തിലുള്ള രേണു നിരവധി ഷോർട്ട് ഫിലിംസ്, റീൽസ്, ഡെയിലി എല്ലാ ദിവസവും രേണുവിൻ്റെ റീൽസോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസോ ഒക്കെ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ പരാധീനതകളാണ് രേണുസുധി കൂടുതലായും ഉന്നയിക്കുന്നത്. ഞാൻ വീട്ടിലിരിക്കാം, എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ട് തരൂ, മാസം നിങ്ങൾ 1 ലക്ഷം രൂപ. ഒരു സ്ത്രീക്ക് 2 കുട്ടികളാണുള്ളത്. പിന്നെ രേണുസുധിയുടെ അച്ഛനും അമ്മയുമാണ് ഒപ്പം താമസിക്കുന്നത്. അതിൽ മൂത്ത മകൻ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കുട്ടിയുടെ അപ്പോൾ കാര്യങ്ങളൊക്കെ വീട്ടുകാരാവും നോക്കുന്നത്. പഠന ചെലവ് നടത്തുന്നത് ഫ്ലവേഴ്സ് ചാനലാണ് നടത്തുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും വട്ടച്ചെലവിനായിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നതിൽ അപ്പുറം വലിയൊരു ചിലവ് ആ കുട്ടിക്ക് വേണ്ടി രേണു കണ്ടെത്തേണ്ടതില്ല. പിന്നെയുള്ളത് രേണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇളയ മകനും താമസിക്കാനാണ്. വീടിന് വാടക കൊടുക്കേണ്ട വളരെ മനോഹരമായൊരു വീടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും എനിക്കൊന്നും പറ്റുന്നില്ല, ഞാൻ അഭിനയിക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് 1 ലക്ഷം രൂപ വീതം കൊണ്ടു തരൂ, 50,000 വീതം കൊണ്ടു തരൂ, ഞാൻ ഒന്നിനുമില്ലാതെ വീട്ടിലിരിക്കാം എന്ന് വെല്ലുവിളിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഒരു വിധവ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് സമൂഹത്തിനെതിരെ സമൂഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് മറ്റ് സാധാരണക്കാരായ, ഭർത്താവ് മരിച്ചുപോയ ധാരാളം സ്ത്രീകളെ നമുക്കറിയാം, അവർ പലരും ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ രേണുസുധി അഭിനയ രംഗത്തേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ എങ്കിൽ പോലും സഭ്യത അല്ലെങ്കിൽ മര്യാദ എന്നുള്ളൊരു അതിൻ്റെയൊക്കെ ഒരു സീമ അത് ലംഘിക്കുന്നുണ്ടോ എന്നത്
തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു ഘടകമാണ് അത്. വിധവയായിട്ടുള്ളൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ളൊരു സ്ത്രീക്ക് ജീവിക്കാനുള്ള അവകാശം മറ്റാരെ പോലെ തന്നെയും ജീവിക്കാനുള്ള അവകാശം ആ സ്ത്രീക്കും ഇവിടെ ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ വളരെ മാന്യമായി ചെയ്യാം. പക്ഷേ അത് വെറുപ്പിക്കുന്ന രീതിയിലേക്ക് വരരുത്. അങ്ങനെ വന്നിട്ട് പോലും അത് മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഞങ്ങൾക്ക് പ്രചോദനമാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒരു വിധവയായ സ്ത്രീ ഭർത്താവ് മരിച്ചു നിങ്ങൾ വെള്ള സാരി ഉടുക്കണം പൊട്ടിടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനെയുള്ളൊരു സംസാരം ഒന്നും തന്നെ. എല്ലാവരും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. രേണുവിനോടും ആരും പറയാം രേണുവിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. എനിക്കിഷ്ടമുള്ള എൻ്റെ ശരീരം എല്ലാ വസ്ത്രങ്ങൾക്കും വളരെ യോജിച്ചതാണ്. എനിക്കിഷ്ടമുള്ള ശരീരഭാഗങ്ങളെല്ലാം ഞാൻ കാണിക്കും. സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഞാൻ കാണിക്കും. ആർക്ക് പ്രശ്നം? എൻ്റെ ശരീരം വളരെ മനോഹരമാണ്. എനിക്കിത് പുറത്ത് കാണിക്കുന്നതിന് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിനെന്താ പ്രശ്നം? ഞാൻ കാണിക്കും. ഞാൻ കാണിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് ചിലവിന് തരൂ. ഇതാണ് രേണുസുധി സമൂഹത്തോട് പറയുന്നത്. എന്തായാലും രേണുസുധി എന്നൊരു ടോപ്പിക് എന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ ഇത് ചർച്ച ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതായത് സമൂഹത്തിലെ വിധവകളും സിംഗിൾ മോംസും സിംഗിൾ പേരന്റ് എന്നുള്ളൊരു തരത്തിലേക്ക് വരുന്ന അമ്മമാരും തന്നെ മാതൃകയാക്കുന്നു അല്ലെങ്കിൽ അവർക്ക് താൻ എന്തോ പകരുന്നു എന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മിഥ്യാധാരണ രേണുസുധിക്കുണ്ട്. താൻ പലർക്കും മാതൃകയാണ്. തന്റെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് അന്തസ്സായി വളരെ മനോഹരമായി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന സിംഗിൾ പാരന്റ്സ് ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഒരുപാട് പേരുണ്ട്. അവരൊരിക്കലും രേണുസുധി കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ റീൽസോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ ആശ്രയിച്ച് അതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് ജീവിതം കൊണ്ടുപോകുന്നവരല്ല. അവര് ഒരിക്കലും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാളെ രേണുസുധിയുടെ ഇതിൽ വന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാനും കഴിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഒരുപാട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് രേണുസുധി ആർക്കെങ്കിലും ഒക്കെ ഒരു മാതൃകയായിരിക്കാം. അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോഡി ഷെയ്മിങ്ങും സൈബർ ആക്രമണവും ഉണ്ടായിട്ടും അത് തന്നെ വീണ്ടും അതെ ഇന്നും ആ സമൂഹത്തിൽ അത്രയും തലയുയർത്തി തന്റെ ജോലി മറ്റേതൊരു സ്ത്രീ ആണെങ്കിലും ഒന്ന് ഉൾവലിഞ്ഞു പോകാവുന്ന അവസ്ഥയിലും അവരുടെ ആ ഒരു ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തു തന്നെ ആവണം. അത്രയും ഒരു ധൈര്യത്തോടു കൂടിയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും ഇടയ്ക്കൊക്കെ സ്വയം ഒരു വിലയിരുത്തൽ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും അതിനെന്തെങ്കിലും സമൂഹം ഇത്രയും പേര് പറയുമ്പോൾ എന്തെങ്കിലും തെറ്റെല്ലാം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മനുഷ്യർക്കായിരുന്നാലും അതേ സ്വീകരിക്കപ്പെടുന്നുള്ളൂ. പോസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളിപ്പോ നമ്മുടെ ചാനലിന്റെ വാർത്ത നോക്കിയാൽ അറിയാം പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊന്നും ഓടാറില്ല. അതേസമയം ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരുപാട് പേര് മാധ്യമങ്ങളെ വഴക്ക് പറയാറുണ്ട്. നിങ്ങളാണ് ഇവിടുത്തെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു നെഗറ്റീവ് കണ്ടന്റ്സേ ആൾക്കാർക്ക് സ്വീകാര്യമാകും. തീർച്ചയായും അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലുള്ള വാർത്തകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മളിത് സംസാരിക്കേണ്ടത് മാറ്റിവെച്ച ടോപ്പിക് ആയിരുന്നു എങ്കിൽ പോലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്ന സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം ഇത് ഒരു തരത്തിലും ആർക്കും മാതൃകയാവുന്ന ഒരു ജീവിതം ഒന്നും അല്ല എന്നുള്ളത്. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ ഉണ്ടായ എന്താണെന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോടുള്ള അതൃപ്തി അത് പ്രകടിപ്പിക്കുക എന്നതിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ രേണുസുധി എന്നൊരു വ്യക്തിയെ അപമാനിക്കുവാനോ അവരുടെ ചേഷ്ടകളെ അപമാനിക്കുവാനോ ഒന്നുമല്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ഏത് രീതിയിലും ജീവിക്കാം. പക്ഷെ എങ്കിലും എല്ലാത്തിനും അപ്പുറം മാന്യത, സഭ്യത എന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കാൻ രേണു ശ്രമിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് അവരുടെ ജീവിതം പോകുമായിരുന്നു.